അപ്പോൾ ഹെൽത്തി ആണ് എന്ന് കരുതി നിങ്ങൾ ഡെയിലി എടുക്കുന്ന കുറച്ച് അൺഹെൽത്തി ഫുഡ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൊന്ന് നോക്കിയാലോ? ഫസ്റ്റ് വൺ, ബ്രൗൺ ബ്രെഡ്. ശരിക്കും നിങ്ങൾ ബ്രൗൺ ബ്രെഡ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മൈദയുടെയും കാരമൽ ഷുഗറിൻ്റെയും കണ്ടന്റ് ആണ് കൂടുതൽ, വിച്ച് ആർ നോട്ട് ആക്ച്വലി ഹെൽത്തി. സോ ഡെയിലി ഇത് എടുക്കാണ്ടിരിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. സെക്കൻഡ് വൺ, മ്യൂസലി. ഇന്ന് ഏറ്റവും കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ് മ്യൂസലി എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ ലേബൽ ഒന്ന് ചെക്ക് ചെയ്താൽ അറിയാം, ഇതിൽ ആഡഡ് ഷുഗറിൻ്റെ എമൗണ്ട് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇത് കഴിക്കുന്നത് നിങ്ങളുടെ ഷുഗർ ലെവൽസ് സ്പൈക്ക് ചെയ്യാനും ഈവൻ ഇൻസുലിൻ റെസിസ്റ്റൻസിന് വരെ കാരണമാകും. മൂന്നാമത്, ഓട്സ് പല ടൈപ്പിലുണ്ട്. ഇപ്പോൾ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഓട്സ് ഉണ്ട്, പ്ലെയിൻ ഓട്സ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ പ്ലെയിൻ ഓട്സ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അതല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള നമ്മൾ മ്യൂസലിയുടെ പോലെ തന്നെ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഓട്സ് ആണ് എന്നുണ്ടെങ്കിൽ സിമിലർ ആയിട്ടുള്ള മ്യൂസലിയുടെ എഫക്റ്റ് തന്നെയായിരിക്കും ഇതിനുള്ളത്. നാലാമത് വരുന്നത് ഫ്രൂട്ട് ജ്യൂസസ്. അപ്പോൾ ഫ്രൂട്ട് ജ്യൂസസ് ആണല്ലോ, ഹെൽത്തി ആണല്ലോ എന്ന് കരുതി ഡെയിലി എടുക്കുന്നവരുണ്ട്. അതിൻ്റെ ഒരാവശ്യമില്ല. ബിക്കോസ് ഫ്രൂട്ട് നമ്മൾ ഫ്രൂട്ട് ജ്യൂസ് ആക്കുമ്പോൾ അതിലുള്ള ഫ്രക്ടോസ് കണ്ടൻറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും അഡ്വൈസബിൾ ആയിട്ടുള്ളത് ഹോൾ ഫ്രൂട്ട് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള ഹെൽത്തി ഫുഡ് ട്രാപ്സിൽ പോയി വീഴാതെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഡെയിലി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.